ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ രേണു സുധി പോലെയുള്ള സെലിബ്രിറ്റീസൊക്കെ ക്യാൻസർ മൂലം അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് മുമ്പേ ഇത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടിട്ടാവും എല്ലാവരും കുറച്ചും കൂടെ ഒരു പേടിയും കൺസേണൊക്കെ ആയിട്ടാണ് വരുന്നത്. ഈ ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്നത് ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ഗ്ലാൻഡുലാർ ടിഷ്യൂ അതേപോലെ തന്നെ ഫൈബ്രസ് ടിഷ്യൂലും ഉണ്ടാകുന്ന ചെറിയ തടിപ്പുകളാണ് രൂപാന്തരപ്പെട്ട് ഫൈബ്രോ അഡിനോമ പോലെയുള്ള സ്വെല്ലിങ്സ് ആയിട്ട് മാറുന്നത്. ബ്രസ്റ്റിലുണ്ടാവുന്ന എല്ലാ തടിപ്പും ഒരിക്കലും ക്യാൻസർ അല്ല. ഒരു 10-20 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു സ്വെല്ലിങ് ഒരിക്കലും അത് ക്യാൻസർ ആണെങ്കിൽ ഇത്രയും നാളത് നീണ്ടു നിൽക്കാൻ സാധ്യതയില്ല. ഒരു 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ നിർബന്ധമായിട്ടും മാസത്തിൽ ഒരു തവണയെങ്കിലും സെൽഫായിട്ട് എക്സാമിനേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രസ്റ്റിലുണ്ടാവുന്ന തടിപ്പ് പ്രത്യേകിച്ചും ചെറിയ പ്രായങ്ങളിൽ 15 മുതൽ 35 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ ഈ റീപ്രൊഡക്റ്റീവ് ഏജിൽ കാണുന്ന ഈ ഫൈബ്രോ അഡിനോമ അഥവാ ബ്രസ്റ്റിലുണ്ടാവുന്ന തടിപ്പുകൾ ഇത് ഒരിക്കലും ക്യാൻസർ അല്ല. നമുക്ക് വീട്ടിൽ തന്നെ സ്വയം പരിശോധനയിലൂടെ തന്നെ നമുക്കിത് സിമ്പിളാണോ അത് വേറെ വല്ല മുഴകളുമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഇടയായിട്ട് OPയിൽ വരുന്ന സ്ത്രീകൾ ഒന്ന് പരിശോധിച്ച് നോക്കോ ഡോക്ടറെ, ബ്രസ്റ്റിലുണ്ടാവുന്ന ഈ തടിപ്പ് ക്യാൻസർ ആണോ അതോ മറ്റു വല്ലതും ആണോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് കേസുകൾ വരികയുണ്ടായി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബ്രസ്റ്റിലുള്ള സ്വെല്ലിങ്സിനെ കുറിച്ചാണ്. ഇവ ക്യാൻസർ ആണോ അതോ ഫൈബ്രോ അഡിനോമയാണോ എന്ന് നമുക്ക് എങ്ങനെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഡോക്ടർ ഫാലിഹ അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതി, വാണിയമ്പലം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ രേണു സുധി പോലെയുള്ള സെലിബ്രിറ്റീസൊക്കെ ക്യാൻസർ മൂലം അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് മുമ്പേ ഇത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടിട്ടാവും എല്ലാവരും കുറച്ചും കൂടെ ഒരു പേടിയും കൺസേണൊക്കെ ആയിട്ടാണ് വരുന്നത്. ബ്രസ്റ്റിലുണ്ടാവുന്ന എല്ലാ തടിപ്പും ഒരിക്കലും ക്യാൻസർ അല്ല. ഒരു 10-20 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു സ്വെല്ലിങ് ഒരിക്കലും അത് ക്യാൻസർ ആണെങ്കിൽ ഇത്രയും നാളത് നീണ്ടു നിൽക്കാൻ സാധ്യതയില്ല. ബ്രസ്റ്റിലുണ്ടാവുന്ന തടിപ്പ് പ്രത്യേകിച്ചും ചെറിയ പ്രായങ്ങളിൽ 15 മുതൽ 35 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ ഈ റീപ്രൊഡക്റ്റീവ് ഏജിൽ കാണുന്ന ഈ ഫൈബ്രോ അഡിനോമ അഥവാ ബ്രസ്റ്റിലുണ്ടാവുന്ന തടിപ്പുകൾ ഇത് ഒരിക്കലും ക്യാൻസർ അല്ല. സാധാരണയായിട്ട് സ്ത്രീകളിൽ ഗർഭധാരണ സമയത്താണ് ഇങ്ങനെയുള്ള തടിപ്പുകൾ കണ്ടുവരുന്നത്. ഈ തടിപ്പ് പലപ്പോഴും പ്രസവത്തോടനുബന്ധിച്ച് പോകാറുണ്ട്. ചിലപ്പോൾ അത് പോകാതെ പ്രസവം കഴിഞ്ഞിട്ട് സൈസ് കൂടി വരുമ്പോഴായിരിക്കും ഇവർ നമ്മളെ സമീപിക്കുക, ഡോക്ടറെ ഇത് വേറെ എന്തെങ്കിലും ആണോ എന്ന് പരിശോധിക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് മൂവബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്വെല്ലിംഗ് ആണ് ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്നത്. ഇതൊരു റബ്ബറി കൺസിസ്റ്റൻസി ആയിരിക്കും. ഇത് തൊട്ടാലും നമുക്ക് ഫീൽ ചെയ്യാം. ഒരിക്കലും ഒരു കട്ടിയുള്ള ഹാർഡായിട്ടുള്ള ഒരു സ്വെല്ലിംഗ് അല്ല. ഇത് നമ്മൾ തൊട്ട് നോക്കിയാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്ന ഒരു തടിപ്പാണ്. ഇത് കൂടുതലായിട്ടും സ്ത്രീകളിൽ വരുന്നത് ഈസ്ട്രജൻ ഹോർമോണിൻ്റെ സാന്നിധ്യം കൊണ്ടെന്നാണ് പറയപ്പെടുന്നത്. പലപ്പോഴും മെനപ്പോസ് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് ചുരുങ്ങാറുണ്ട്. അതുപോലെ തന്നെ ഹോർമോൺ തെറാപ്പി ചെയ്യുന്ന സ്ത്രീകളിലും ഈ ഫൈബ്രോ അഡിനോമ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഈ ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്നത് ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ഗ്ലാൻഡുലാർ ടിഷ്യൂ അതേപോലെ തന്നെ ഫൈബ്രസ് ടിഷ്യൂലും ഉണ്ടാകുന്ന ചെറിയ തടിപ്പുകളാണ് രൂപാന്തരപ്പെട്ട് ഫൈബ്രോ അഡിനോമ പോലെയുള്ള സ്വെല്ലിങ്സ് ആയിട്ട് മാറുന്നത്. ഈ ഫൈബ്രോ അഡിനോമ പ്രധാനമായിട്ട് 2 ടൈപ്പ് ഉണ്ട്. ഫൈബ്രോ അഡിനോമ സിമ്പിൾ ഫൈബ്രോ അഡിനോമ എന്ന് പറയും. അതുപോലെ തന്നെ രണ്ടാമത്തെ ടൈപ്പ് കോംപ്ലക്സ് ഫൈബ്രോ അഡിനോമ എന്ന് പറയും. ഈ സിമ്പിൾ ഫൈബ്രോ അഡിനോമ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഇതിൻ്റെ സൈസ് വളരെ ചെറുതായിരിക്കും. യൂഷ്വലി 2.5 സെൻറ്റിമീറ്റർ താഴെ സൈസുള്ള സ്വെല്ലിങ്സിനെയാണ് നമ്മൾ സിമ്പിൾ ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്നത്. ഇനി കോംപ്ലക്സ് ഫൈബ്രോ അഡിനോമ എന്ന് പറയുമ്പോൾ ഇത് വളരെ വലിയ സൈസുള്ള ഫൈബ്രോ അഡിനോമകളാണ്. നമുക്ക് വീട്ടിൽ തന്നെ സ്വയം പരിശോധനയിലൂടെ തന്നെ നമുക്കിത് സിമ്പിളാണോ അത് വേറെ വല്ല മുഴകളുമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് തൊട്ട് നോക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള സ്വെല്ലിംഗ് ആയിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നോക്കുമ്പോൾ ഇത് ഇളകുന്നതായിരിക്കും. അതിനോടനുബന്ധിച്ച് മറ്റു കയലുകൾ ഒരിക്കലും കാണില്ല. അപ്പോൾ ഓരോ സ്ത്രീയും വീട്ടിൽ നമ്മൾ സെൽഫായിട്ട് എക്സാമിനേഷൻ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറൊക്കെ കൂടി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇത് ഒരു 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ നിർബന്ധമായിട്ടും മാസത്തിൽ ഒരു തവണയെങ്കിലും സെൽഫായിട്ട് എക്സാമിനേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുക, അത് അൺറെസ്റ്റായിട്ട് നിൽക്കുക. എന്നിട്ട് ഈ 2 കൈയും ഇടുപ്പലിന് പുറകിലായിട്ട് വെക്കുക. എന്നിട്ട് 2 ബ്രസ്റ്റിലും നമ്മൾ ഒന്ന് സൂക്ഷിച്ച് നോക്കുക.
സൈസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക. യൂഷ്വലി ചില ആളുകളിൽ ജന്മനാ തന്നെ സൈസിൽ ചെറിയ ഡിഫറൻസ് കാണാറുണ്ട്. അപ്പോൾ അത് നോർമലാണ്, അത് കാര്യമാക്കേണ്ടതില്ല. അതല്ലാതെ പുതിയതായിട്ട് എന്തെങ്കിലും സൈസിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാവുന്ന ചേഞ്ചസ് ഒന്ന് നോട്ട് ചെയ്യാം. പലപ്പോഴും ക്യാൻസർ പോലെയുള്ള ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള കേസുകളിൽ പ്യൂഡി ഓറഞ്ച് എന്ന് പറയുന്ന സ്കിൻ കണ്ടീഷനൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ നിപ്പിളിലുണ്ടാവുന്ന ചേഞ്ചസ് ഒന്ന് നോട്ട് ചെയ്യുക. നിപ്പിൾ ഉൾവലിഞ്ഞ് നിൽക്കുന്നുണ്ടോ, അതല്ല അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും തടിപ്പുകൾ അവിടെ കാണുന്നുണ്ടോ, കളർ മാറ്റങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കുക. അതല്ല എന്തെങ്കിലും ഡിസ്ചാർജുകൾ വരുന്നുണ്ടോ നോക്കുക. ചില സമയം നെക്കി നോക്കുമ്പോഴൊക്കെ ചില പഴുപ്പ് പോലെയുള്ളതോ വെള്ളം പോലെയുള്ളതോ ഒക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ പാല് പോലെയുള്ളതോ ആയിട്ടുള്ള ഡിസ്ചാർജുകൾ കാണാറുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 2 കൈയും മുകളിലോട്ടേക്ക് ഉയർത്തി വെക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ 2 ബ്രസ്റ്റും നമ്മൾ നോക്കുക. സൈസിൽ മാറ്റം ഉണ്ടോ നോക്കുക, സ്കിൻ കളറിൽ മാറ്റം ഉണ്ടോ നോക്കുക. ഈ 2 സൈഡിലേക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും തടിപ്പുകൾ കാണുന്നുണ്ടോ നോക്കുക. അതുപോലെ തന്നെ കക്ഷത്തിൽ എന്തെങ്കിലും കായലുകൾ കാണുന്നുണ്ടോ നോക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പാൽപേഷൻ എന്ന് പറഞ്ഞ മെത്തേഡാണ്. ഈ പാൽപേഷൻ ചെയ്യേണ്ടത് നമ്മൾ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഷവർ ചെയ്യുമ്പോൾ, അതായത് കുളിക്കുമ്പോഴും മറ്റും നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഇത് ഞെക്കി ഈ വിരലിൻ്റെ അറ്റം കൊണ്ട് ഒരിക്കലും പരിശോധിക്കരുത്. നമ്മൾ ഈ 3 വിരൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും ഈ പോയിൻറ്റഡ് ആയിട്ട് ചെയ്യാതിരിക്കുക. ഈ ഫ്ലാറ്റ് സർഫസ് കൊണ്ട് നമ്മൾ ജെൻറ്റിലായിട്ട് ഇങ്ങനെ ഒന്ന് പാൽപ്പേറ്റ് ചെയ്ത് കൊടുക്കുക. അത് റൗണ്ടായിട്ടാണ് ഇങ്ങനെ പാൽപ്പേഷൻ ചെയ്യേണ്ടത്. അത് നമ്മൾ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങി മുകളിലോട്ടേക്ക് കൊണ്ടുപോയി അതുപോലെ തന്നെ താഴെ വരെ ചുറ്റും നമ്മൾ വ്യക്തമായിട്ട് പരിശോധിക്കുക. അതുപോലെ തന്നെ മുകളിൽ നിന്നും താഴോട്ടേക്കും ഈ ഒരു റൗണ്ടായിട്ട് പാൽപ്പേറ്റ് ചെയ്തിട്ട് നമ്മൾ പരിശോധിക്കുക. ഈ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വളരെ ചെറിയ തടിപ്പുകളാണെങ്കിലും നമുക്കത് ഏർലി തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. വേണ്ട രീതിയിൽ നമുക്ക് ചികിത്സയിലേക്ക് പോകാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ നിപ്പിൾ ഇതേപോലെ തന്നെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ഡിസ്ചാർജുകൾ ഉണ്ടോ, പിന്നെ നിറം മാറ്റം ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ നമുക്ക് ഈ പാൽപേഷൻ മെത്തേഡിലൂടെ നമുക്ക് നോക്കാവുന്നതാണ്. എപ്പോഴാണ് നമ്മൾ ഈ തടിപ്പുകൾ കാണുമ്പോൾ ഡോക്ടറെ കാണേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ, കുറച്ച് നാളുകൾ നീണ്ടു നിൽക്കുന്ന ഈ തടിപ്പുകൾ യൂഷ്വലി ഫൈബ്രോ അഡിനോമ തന്നെ മാറിപ്പോകാറുണ്ട്. അങ്ങനെ മാറിപ്പോകാതെ ഇത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ, ഇതിൻ്റെ സൈസ് കൂടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിക്കുക. ഡോക്ടർക്ക് ഇത് ഈസിലി പാൽപേഷനിലൂടെ ഇത് പിന്നെ ഫൈബ്രോ അഡിനോമയാണോ അതല്ല മറ്റു വല്ല ക്യാൻസറോ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി കൂടുതൽ കൺഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് USG പോലെയുള്ള സ്കാനിങ്ങുകൾ അവൈലബിൾ ആണ്. ഇനി അതിലും ഉപരിയായിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ നമുക്ക് മാമോഗ്രാം ചെയ്യാം. പിന്നെ നമുക്ക് കൂടുതൽ കൺഫർമേറ്ററി ആയിട്ട് ക്യാൻസർ ആണോ എന്ന് നോക്കാനായിട്ട് നമ്മൾ FNAC പോലെയുള്ള ടെസ്റ്റുകളിലേക്ക് പോകാവുന്നതാണ്. ഫൈബ്രോ അഡിനോമക്ക് യൂഷ്വലി സർജറിയാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. എന്നാൽ ഹോമിയോപ്പതിയിൽ നമുക്ക് ഒരിക്കലും സർജറി ഇല്ലാതെ തന്നെ ഇത് പൂർണ്ണമായിട്ടും മരുന്ന് കഴിച്ചിട്ട് നമുക്ക് സുഖപ്പെടാറുണ്ട്. ഈ ഫൈബ്രോ അഡിനോമയോട് അനുബന്ധിച്ച് നമുക്ക് പലപ്പോഴും പെയിൻ അനുഭവപ്പെടാറുണ്ട്. അത് യൂഷ്വലി പീരിയഡ്സിൻ്റെ സമയത്ത്, പീരിയഡ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പിന്നെ ബ്രസ്റ്റിൽ പെയിൻ ആയിട്ട് തുടങ്ങും. അത് പീരിയഡ് കഴിഞ്ഞാൽ ഈ പെയിൻ മാറാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുമ്പോഴും ഈ പെയിൻ ഉള്ള സമയത്ത്, അതായത് ഈ പീരിയഡ്സ് ടൈമിൽ ഒരിക്കലും ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിന് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം എപ്പോഴാണെന്ന് പറയുകയാണെങ്കിൽ, പിന്നെ 7th day ഓഫ് മെൻസസ് ടു 10th day, അതാണ് ഏറ്റവും നോക്കാനായിട്ട് അനുയോജ്യമായിട്ടുള്ള സമയം. 7 മുതൽ 10 വരെ മെൻസസ് തുടങ്ങുന്ന ഡേ 1 ആയിട്ട് കൂട്ടുകയാണെങ്കിൽ 7 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് നമ്മൾ ഈ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യാനായിട്ട് അനുയോജ്യമായിട്ടുള്ള സമയം. ഇതുപോലെയുള്ള എന്തെങ്കിലും തടിപ്പ് നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഒരു ഡോക്ടറെ സമീപിക്കുക. വ്യക്തമായിട്ടുള്ള പിന്നെ പരിശോധനകൾ ചെയ്യുക. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയൊരു ക്യാൻസർ പോലെയുള്ള മഹാമാരിയിലേക്ക് പോകാതെ നമ്മളെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടോ എന്നുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.